ഒരു ടൈൽസ് നോക്കി ഇയാൾ അതിലെ ഒരു വലിയ ബിസിനസ് സാധ്യത തിരിച്ചറിഞ്ഞു. വില ചോദിച്ചറിഞ്ഞ ശേഷം വീട്ടിലെത്തി സിമന്റും മണലും ചേർത്ത് പരീക്ഷണാർത്ഥം ഒരു ടൈൽ നിർമ്മിച്ചെങ്കിലും ഭാര്യ അത് വിശ്വസിച്ചില്ല. അടുത്ത ദിവസം ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് ഗുണനിലവാരം പരിശോധിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. താൻ നിർമ്മിച്ച ടൈലാണ് മികച്ചതെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി. വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നൽകാമെന്ന് ഉറപ്പു നൽകിയതോടെ ഔദ്യോഗികമായി അനുമതി ലഭിച്ചു. 5 ദിവസത്തിനുള്ളിൽ 1,00,000 ഇഷ്ടികകൾ വേണമെന്ന് മുനിസിപ്പൽ കമ്പനി ആവശ്യപ്പെട്ടപ്പോൾ പ്രതിദിനം 2000 എണ്ണം മാത്രം നിർമ്മിക്കാനേ അയാളുടെ കുടുംബത്തിന് കഴിയുമായിരുന്നുള്ളൂ. എങ്കിലും ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി അയാൾ രാപ്പകൽ പണിയെടുത്തു. ആവശ്യക്കാർ ഏറിയതോടെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ടൈൽ നിർമ്മിക്കാൻ അയാൾ തീരുമാനിച്ചു. പണമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സർക്കാർ വായ്പയും ഫാക്ടറിയും അനുവദിച്ചു നൽകി. അസംസ്കൃത വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലുകൾ ഫാക്ടറിയിലേക്ക് എത്തിച്ച് ആ പ്രശ്നവും പരിഹരിച്ചു. താമസിയാതെ ഒരു ഗ്രൂപ്പ് കമ്പനിയായി അത് വളർന്നു.